എല്ലാവർക്കും നമസ്കാരം. ലേൺവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ആണ്. കോഡ് വരുന്നത് MHH016. അതിന്റെ ബ്ലോക്ക് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് യൂണിറ്റ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, സ്കോപ്പ് നോക്കുന്നു, ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ ഓപ്പറേഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതേപോലെ അനലൈസ് ചെയ്യും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ബിറ്റ്വീൻ ദ ബാലൻസിങ് ഓഫ് പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. യൂണിറ്റ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നു, ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ കീ ആസ്പെക്ട്സ്, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിന്റെ ചലഞ്ചസ്, ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജീസ്, പിന്നെ സമ്മപ്പിംഗ്, ഗ്ലോസറി, ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് റെഫറൻസ് ആൻഡ് ഫർദർ റിവ്യൂസ്. അപ്പം ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ബിഹൈൻഡ് ദ സ്ക്രീൻ കോർഡിനേഷൻ പോലെ തന്നെ ഹോസ്പിറ്റലില് പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ ബിഹൈൻഡ് ദ സ്ക്രീൻ കുറച്ച് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില്, ക്ലിനിക്കൽ ലെവലില്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോസസിംഗ് ലെവലില് എല്ലാം ചേർന്നുള്ള കോർഡിനേഷൻ ആണ് അത്യാവശ്യം വരുന്നത്. ഇപ്പോൾ സ്റ്റാഫിന്റെ സ്കെഡ്യൂളിംഗ് മാനേജ് ചെയ്യേണ്ടി വരും, പേഷ്യന്റ് ഫ്ലോ മാനേജ് ചെയ്യേണ്ടി വരും, അതേപോലെ മെഡിക്കൽ സപ്ലൈസ്, ബില്ലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ് സ്റ്റാഫുകൾ, ഫാർമസിസ്റ്റ് അവർക്കൊക്കെ പേഷ്യന്റ് കെയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് രണ്ട് സിനാരിയോ നോക്കാം. സിനാരിയോ എ, അനാഫൈലാസിസ്. ഒരു കുട്ടി അനാഫൈലാറ്റിക് റിയാക്ഷൻ കൊണ്ട് മരണപ്പെടുകയാണ്. അതൊരു വാക്സിനേഷൻ കുത്തിവെച്ചത് കൊണ്ട് ശ്വാസം മുട്ട് വന്ന് അലർജിക് റെസ്പോൺസ് കൊണ്ട് വന്നതാണ്. അപ്പൊ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ സാധനം ഇത് കൊടുക്കാൻ ഇൻജെക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, നോൺ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് ആ കുട്ടി ആ ഡോക്ടറിന് മുമ്പിൽ വെച്ച് മരണപ്പെടും. അടുത്ത സിനാരിയോ ബി എന്ന് പറയുന്ന ഒരു ICU ക്രൈസിസ് ആണ്. ദ വേഴ്സ്റ്റ് നൈറ്റ്മെയർ ഓഫ് എ അനസ്തറ്റിസ്റ്റ് എന്ന് പറയുന്ന ഓക്സിജൻ സപ്ലൈങ് റണ്ണിങ് ഔട്ട് ഓൺ ദ ICU വിത്ത് മോസ്റ്റ് ഓഫ് ദിസ് പേഷ്യൻസ് ഓൺ ദ വെന്റിലേറ്റർ. അപ്പൊ ഇതൊരു ആക്സിഡന്റ് ഹാപ്പനിങ് ആണോ, മാനേജ്മെന്റിന്റെ ഫെയിലിയർ ആണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരും. അപ്പം ഇതിനെയൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അപ്പൊ ഇതിന്റെ കോർ ഡെഫിനിഷൻ ആണ്, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ is a field responsible for day-to-day practices that ensures logistic supply for the delivery of high-quality patient care and satisfaction, logistic coordination with motivated staff while maintaining financial viability. So, ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് റെസ്പോൺസിബിൾ ആവുന്നത്. ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഡെലിവറി ചെയ്യണം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം, അതേപോലെ തന്നെ സ്റ്റാഫിനും ഒരു മോട്ടിവേഷൻ കൊടുക്കണം, ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി അവിടെ അത്യാവശ്യമാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റൽ കൃത്യമായിട്ട് പോകാൻ. ഇവിടെ എൻകംപോസസ് വിർച്വലി ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് പ്രോപ്പർലി ആൻഡ് എഫിഷ്യന്റ്ലി വിത്ത് എ ഫോക്കസ് ഓൺ പേഷ്യന്റ് കെയർ ആൻഡ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. മെഡിക്കൽ സൂപ്രണ്ടന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആണ് ഒരു ഓപ്പറേഷൻ മാനേജർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അസിസ്റ്റഡ് ബൈ വേരിയസ് മാനേജേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ദീസ് സർവീസസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് കോർഡിനേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ഡ്യൂട്ടീസ്. They are responsible for the overall smooth functioning of the hospital. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ ഡ്യൂട്ടീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ക്ലിനിക്കൽ ആക്ടിവിറ്റി കൃത്യമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് കൊണ്ട്. അപ്പൊ ഇവിടെ ഒരു മാനേജേഴ്സിന് ഒരു ബാലൻസിങ് ആക്ട് ആവശ്യമാണ്. ഓപ്പറേഷൻ മാനേജർ മസ്റ്റ് മെയിൻറ്റെയിൻ എ വെരി ഡെലിക്കേറ്റ് ബാലൻസ്. എന്താണ്? ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സും അഡ്മിനിസ്ട്രേറ്റീവ് പെർഫോമൻസും ഫേസ് ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയ കാര്യങ്ങളാണ്. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ട്രഡീഷണൽ ബിസിനസ് ഓപ്പറേഷൻസ് ഒഴിവാക്കി, അൺലൈക്ക് ട്രഡീഷണൽ ബിസിനസ് ഓപ്പറേഷൻ, ദിസ് ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റ്. ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അച്ചീവിംഗ് എഫിഷ്യൻസി ആൻഡ് എൻഷുറിംഗ് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്നുള്ളതാണ്.
ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനി ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഓപ്പറേഷൻ മാനേജറിനെ കണ്ടെത്തണം. ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഡെയിലി മൈക്രോ ആൻഡ് മാക്രോ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് എ കമ്പനിയെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ആൻഡ് എനേബിൾസ് ടു മേക്ക് കറക്റ്റ് ഡിസിഷൻസ്. ഓവർസീസ് ടൈംലി പ്രൊഡക്ഷൻ, design, maintenance, warehousing, logistics, distribution of work, distribution network, etc. And even takes charge in case of sudden effect. ഇനി ബ്രാൻഡ് പ്രൊമോഷൻ എൻഷുർ ചെയ്യേണ്ടി വരും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കേണ്ടി വരും, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് കൂട്ടി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് മാനേജ് ചെയ്യുന്നത് ഓപ്പറേഷൻ മാനേജേഴ്സ് ആണ്. ലുക്സ് ആഫ്റ്റർ ദ റവന്യൂ ഹെൽത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ. അത് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നതും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സിലായിരിക്കും. അനാലിസിങ്ങും ഫിക്സിംഗ് അപ്പ് ഫിനാൻഷ്യൽ ബഡ്ജറ്റും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എംപ്ലോയി സെൻട്രിക് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും ഓപ്പറേഷൻ മാനേജ്മെന്റ്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ബെറ്റർ പെർഫോമേഴ്സ് ആക്കുക എന്നുള്ളതും ഓപ്പറേഷൻ മാനേജറിന്റെ ഒരു ജോലിയിൽ വരുന്നു. Helps to build relationship with the stakeholders and suppliers. Poor management എങ്ങനെ അൾട്ടിമേറ്റ്ലി എത്തുമെന്നറിയോ? ഹയർ കോസ്റ്റിലേക്ക് പോകുന്നു, പേഷ്യന്റ് ബില്ലുകൾ ഇൻഫ്ലേറ്റഡ് ആകുന്നു, ആക്ടിവിറ്റീസ് ഡിലേ ആവുന്നു, പേഷ്യന്റിനും സ്റ്റാഫിനും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അൾട്ടിമേറ്റ്ലി ആ ഹോസ്പിറ്റലിന്റെ മൊത്തം സന്തുലിതാവസ്ഥ അത് ലിബ്രിയം ബുദ്ധിമുട്ടാകുന്നു. അവരുടെ ട്രീറ്റ്മെന്റ് ഒന്നും കൃത്യമായി ചെല്ലാതെ വരുന്നു, പേഷ്യന്റിന് കെയർ കിട്ടാണ്ട് വരുന്നു, അല്ലെങ്കിൽ ഡിലേ ആകുന്നു. ഇനി ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ കീ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഓവർസീസ് വെർച്വലി എവറി ആക്ടിവിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ. കീ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആദ്യം ആവശ്യമാണ്. പിന്നെ റൈറ്റ് സ്റ്റാഫ് അറ്റ് ദ റൈറ്റ് ജോബ് എന്നുള്ളത് റിക്രൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡെവലപ്പ് സ്ട്രാറ്റജീസ് ടുവേർഡ്സ് ഓൾ ഓപ്പറേഷൻ പ്രോസസ്സസ് എന്നുള്ളതാണ് തേർഡ് വൺ. ഒരു പേഷ്യന്റ് ഫ്ലോ മാനേജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കീ ആസ്പെക്ട്സ് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡിസൈൻ ഷുഡ് ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഫോർ ദർ ഡിസൈഡ് നീഡ്. അവരുടെ ഡിസൈഡ് നീഡ് എന്താണ്? കൃത്യമായിട്ടുള്ള കെയർ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർ സൈനേജ് ഡയറക്ടിങ് പേഷ്യൻസ് ടു ദ OPDs. അപ്പൊ പല്ലിന് കാണിക്കാൻ വന്ന പല്ലിന്റെ ഇപ്പൊ ദന്തരോഗമായിട്ടുള്ള എന്തിനെങ്കിലും കാണിക്കാൻ വന്നെന്ന് വിചാരിച്ചാൽ ഡെന്റിസ്ട്രി ഭാഗമായിട്ടുള്ള ഏരിയയിലേക്ക് വേണം വിടാനായിട്ട്. ഇപ്പൊ ഗൈനക്കോളജി സ്ത്രീരോഗ വിഭാഗത്തിലേക്കാണ് ഒരാൾക്ക് പോകേണ്ടത്. അവർക്ക് പീഡിയാട്രിക്സിൽ പോയിട്ട് കാര്യമില്ല, അല്ലെ ഓർത്തോപെഡിക്സിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സൈനേജ്, ഒരു ബോർഡ് ആവശ്യമാണ്. ഡയറക്റ്റ് ചെയ്യുന്ന ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ഒരു സൈനേജ് ആവശ്യമാണ്. സഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമാണ് ടു റെഡ്യൂസിങ് ദ വെയിറ്റിംഗ് ടൈം. എന്നുവെച്ചാൽ ആളുകൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരുപാട് നേരം ഇങ്ങോട്ട് നടന്ന് ഒത്തിരി സമയമൊക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അതിന് പകരം ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാഫ് അവിടെ ഓരോ കോൺവെർസേഷനിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റാഗർഡ് ടൈമിങ്സ്, എക്സാമ്പിൾ സീനിയർ സിറ്റിസൺസ് അറ്റ് 11 AM to avoid rush. അപ്പൊ സീനിയർ സിറ്റിസണിന് ഇത്ര സമയത്ത് അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് എത്തിയാൽ മതി. അപ്പൊ ഒരുപാട് റഷ് വരുന്നില്ല. എമർജൻസി ട്രയാസ് ടു ക്ലാസിഫൈ ആൻഡ് ട്രീറ്റ് പേഷ്യൻസ് അക്കോർഡിംഗ്ലി. അപ്പൊ ഭയങ്കര സീരിയസ്ലി ഇൻജോർഡ് ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ലെസ് സീരിയസ്ലി ഇൻജോർഡ് ആയിട്ടുള്ള ആള് അവിടെയൊക്കെ ഓരോ കോഡിങ് കൊടുക്കും. അത് വെച്ചിട്ട് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു ഡോക്ടേഴ്സ്. കളർഡ് ലൈൻസ് ഓൺ ദ ഫ്ലോർ ഫോർ ഗൈഡിങ് ദ ഇല്ലിറ്ററേറ്റ് പേഷ്യൻസ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കളർ വെച്ചിട്ട് എങ്ങോട്ടേക്കാണ് ഫ്ലോർ പോകേണ്ടത്, എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പൊ ഒരു പ്രോപ്പർ ഫ്ലോ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കി പേഷ്യന്റ് വെയിറ്റിംഗ് ടൈം സേവ് ചെയ്യാൻ പറ്റും, ദർബൈ ഇൻക്രീസിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അടുത്തത് റിസോഴ്സ് മാനേജ്മെന്റും ഇൻവെന്ററി മാനേജ്മെന്റ്. റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജിങ് ഓൾ റിസോഴ്സ് ആണ്. മെറ്റീരിയൽസ് വരും, ടെക്നോളജി എല്ലാം ഈ റിസോഴ്സിൽ പെടും. അവിടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടും, വേസ്റ്റേജ് മിനിമം ആക്കി. അപ്പം
എംപ്ലോയീസ് ദ റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്. ഇനി ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് എ കമ്പനി സ്റ്റോക്ക് ഗുഡ്സ് ഫ്രം ദ മൊമെന്റ് ദേ ആർ ബോൺ. വാങ്ങിച്ചത് തൊട്ട് ഓർ മാനുഫാക്ചർഡ് ടു ദ മൊമെന്റ് ദേ ആർ സോൾഡ്. ആ വാങ്ങിച്ചത് മുതൽ സെല് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു മൊത്ത സമയവും ട്രാക്കിങ്ങും കൺട്രോളിങ്ങും നടത്തുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ മാനേജിംഗ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ടു എൻഷുർ ദ റൈറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ അറ്റ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. അപ്പൊ മോണിറ്ററിംഗ് സ്റ്റോക്സ് നോക്കേണ്ടി വരും, ഷോർട്ടേജസ് പ്രിവെന്റ് ചെയ്യേണ്ടി വരും, ടൈംലി റീസ്റ്റോക്ക് ചെയ്യണം. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ഷോർട്ടേജ് വന്നത് റീസ്റ്റോക്ക് ചെയ്യണം. പ്രിവെന്റിംഗ് വേസ്റ്റേജ് ഫ്രം എക്സ്പയർഡ് ഐറ്റംസ് യൂസിംഗ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. അടുത്തത് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് ആണ്. അവിടെ ഇൻഡിവിജ്വൽസ്, റിസോഴ്സസ്, ഓർഗനൈസേഷൻസ്, ആക്ടിവിറ്റീസ്, ടെക്നോളജീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അവിടെ ഒരു സെല്ലിംഗ് പ്രൊഡക്റ്റ് തൊട്ടുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം ഇവരുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഇനീഷ്യൽ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്, ഫൈൻഡ് ദ ഡെലിവറി ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ എൻഡ് യൂസർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നോക്കും. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതൽ അത് സെല് ചെയ്യുന്നത് വരെ. അപ്പൊ എയിംസ് ടു പ്രൊവൈഡ് ടൈംലി കെയർ ബൈ പ്രൊക്യൂറിംഗ് ദ ഗുഡ്സ് ആൻഡ് റിസോഴ്സസ്. അപ്പൊ ആവശ്യം അനുസരിച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് റിസോഴ്സസ് പ്രൊക്യൂർ ചെയ്യുന്നു. ഇൻവോൾവ് സെലക്ടിംഗ് സപ്ലയേഴ്സ്, നെഗോഷിയേറ്റിംഗ്, മാനേജിംഗ് ലോജിസ്റ്റിക്സ്, ഓൾ റെലവന്റ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ദ ലെറ്റർ. അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. എൻഷുറിംഗ് ഫുള്ളി ഫങ്ഷണൽ ആൻഡ് ഒപ്റ്റിമലി യൂട്ടിലൈസ്ഡ് എക്യുപ്മെന്റ് ആൻഡ് ഫെസിലിറ്റി. അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും അവിടെ ഹോസ്പിറ്റലിൽ ഫങ്ഷനിങ് ആയിരിക്കണം. അപ്പം ഇൻവോൾവ്സ് എഫക്റ്റീവ് പ്രിവെന്റീവ് പ്രോഗ്രാംസ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ഓൺ സൈറ്റ് വാറന്റി ഇൻക്ലൂഡിംഗ് ദ പാർട്സ് ഫോർ കോസ്റ്റ്ലി. ഇവിടെ ഡോക്യുമെന്റേഷൻ ഗവൺമെന്റ് കംപ്ലയൻസിന് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് അത് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് പേഷ്യന്റിന് എന്നുള്ള ഒരു കൃത്യത നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് റെഗുലേഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതും ഡാറ്റ കളക്ഷൻ ആൻഡ് പേഷ്യന്റ് സർവേയിലൂടെ ആയിരിക്കും. അപ്പൊ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സിനെ പറ്റി. അത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. NABH, JCI പോലെയുള്ള അക്രഡിറ്റേഷൻസ് കിട്ടാൻ ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പേഷ്യന്റ് സേഫ്റ്റി. ഹോസ്പിറ്റൽ ഇസ് മെയ്ഡ് ഫോർ പേഷ്യന്റ് കെയർ. അപ്പൊ സേഫ്റ്റി ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആവശ്യമില്ലാത്ത സർജറി ചെയ്യുക, അല്ലെങ്കിൽ വലതുകാലം ചെയ്യുന്നതിന് വരെ ഇടതുകാലം ചെയ്യുക, അങ്ങനെ റോങ് സൈഡ് സർജറീസ് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ഒഴിവാക്കുക. പ്രോപ്പർ ഗൈഡ് ലൈൻസ്, rigorous training and monitoring almost eliminate these errors. Cost forecasting and compliance. കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി, എഫിഷ്യൻസി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സ്റ്റാഫ് മോട്ടിവേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരിക്കലും ഒരു ഹോസ്പിറ്റല് ലോസിൽ പോകരുത്. ഇതെല്ലാം ഒരു ബാലൻസിങ്ങിൽ വേണം പോകാനായിട്ട്. ഡിമാൻഡ് ആണ് അടുത്ത കാര്യം. അപ്പം ഫ്യൂച്ചർ ഡിമാൻഡിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യപ്പെട്ട കാര്യമാണ്. ക്ലയന്റ് നീഡ്സുകൾ എന്തൊക്കെയാണ്, ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ തലക്കൂട്ടി ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നോട്ട് സീയിങ് ദ ചേഞ്ച് കമ്മിങ് ഇസ് എ റീസൺ ഫോർ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കൊളാപ്സ്. ടെക്നോളജി അഡ്വാൻസ് ആയതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ പല കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആവേണ്ടതുണ്ട്. കാരണം ആളുകൾ അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റൽ കൊളാപ്സ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലീഗൽ കംപ്ലയൻസ്. റൂൾസ് ആൻഡ് ഗവൺമെന്റ് റെഗുലേഷൻസ് മസ്റ്റ് ബി ഫോളോഡ് religiously the letter. ഇപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡു വി എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി? എങ്ങനെയാണ് പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്? പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ ഒരു റിഗറസ് ട്രെയിനിങ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ സ്റ്റാഫ് അത്യാവശ്യമാണ്. അതോടുകൂടി ഇറേഴ്സ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധ്യമാകും. ഹൗ ഡസ് ഗുഡ് ഡിസൈനിങ് ഫോർ പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ് ഹെൽപ്പ്? പേഷ്യന്റ് മൂവ് അറൌണ്ട് സ്മൂത്ത്ലി, ദേ നോ വേർ ദേ ആർ സപ്പോസ് ടു ഗോ. എവിടെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ വെയിറ്റിംഗ് ടൈം കുറയുന്നു, പേഷ്യന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഇറിറ്റേഷൻ
ഒഴിവായി കിട്ടുന്നു. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഫ്ലോറുകള് ഇന്ന കളർ ഉള്ള ഫ്ലോറിന് ഇന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ അത് ഒരു കളറിംഗ് കോഡ് കൊടുത്താൽ കുറച്ചും കൂടി അവർക്ക് ഈസി ആയിരിക്കും. അടുത്തത് ഓപ്പറേഷണൽ ചാലഞ്ചസ് ആണ്. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് വരുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന്, വിച്ച് മസ്റ്റ് ബി മാനേജ് വിത്തിൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിരിക്കണം എന്നുള്ളതും കൂടെ മനസ്സിലോർക്കണം. ഹ്യൂമൻ റിസോഴ്സ്, സ്റ്റാഫിനെ മാനേജ് ചെയ്യണം. അവരുടെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, അവർക്ക് മോട്ടിവേഷൻ കുറഞ്ഞു പോയാൽ മോട്ടിവേറ്റഡ് ആക്കിക്കൊണ്ട് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കേണ്ടത് ഒരു ആവശ്യകതയുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുന്നതോടൊപ്പം തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അതിന് ഏത് എക്യുപ്മെന്റ് ആ ഹോസ്പിറ്റലിൽ വേണം എന്നുള്ള സെലക്ഷൻ, അതിന്റെ വാറന്റി, പിന്നെ റീചെക്കിംഗ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്, അപ്പം എത്ര ഇതിലാണ് ഇപ്പം നിലവിൽ ഈ മെഷീൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതും ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് വരുന്നു. പ്രോഫിറ്റ് ഇല്ല, അപ്പൊ അതിന് ശേഷമായിരിക്കും പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റ് എപ്പോൾ റീച്ച് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ടെക്നോളജി അപ്ഗ്രഡേഷൻ, അപ്പൊ ഡിജിറ്റലൈസേഷനും യൂസർ ഫ്രണ്ട്ലി സിസ്റ്റംസും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസിങ്, മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദം. Hospitals are HR engines. Challenges include maintaining the teamwork, high motivation levels മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഗെറ്റിംഗ് ട്രെയിനിങ് ആൻഡ് റീറ്റെയിനിങ് ക്വാളിഫൈഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി വെൻ ലീവ്സ് ആർ ക്യാൻസൽ ഡ്യൂ ടു എക്സിഡൻസീസ് ഓഫ് വർക്ക്. അപ്പൊ ജോലിഭാരം വളരെ കൂടുകയാണ്, നഴ്സസിനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്കോ ലീവ് കൊടുക്കുന്നില്ല. അപ്പൊ ഒരു വർക്ക് ലോഡ് കൂടുന്നതും അവരുടെ ഇറിറ്റേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി അവരുടെ വർക്ക് മോശമാവാനുള്ള സാധ്യത കൂടുന്നു. അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ, അഗെയിൻസ്റ്റ് റൈസിംഗ് കോസ്റ്റ് ഓഫ് മെഡിസിൻസ്, എക്യുപ്മെന്റ്, സ്റ്റാഫ് സാലറീസ്. Aggravated by the uncertainty of incoming patients, then use of resources of. അടുത്തത് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. അഡ്വാൻസസ് ഒരു എക്യുപ്മെന്റിനെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. ഔട്ട്ഡേറ്റ് ആവാൻ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ് എക്യുപ്മെന്റ്. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു എക്യുപ്മെന്റിന് ഒരു ഓൺസൈറ്റ് വാറന്റി കോഴ്സ് പർച്ചേസിന് സമയത്ത് വാങ്ങി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് യൂസ് ചെയ്ത് നമ്മൾ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് അത് എത്രത്തോളം ഒബ്ജക്റ്റീവ് വരുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഏർലി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം എക്സാക്ട് മൊമെന്റ് എ ബിസിനസ് കവേഴ്സ് ഓൾ ഇറ്റ്സ് എക്സ്പെൻസ് ആൻഡ് ബിഗിൻസ് ടു മേക്ക് ദ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു കാൽക്കുലേഷൻ എക്യുപ്മെന്റ് കോസ്റ്റ് പ്ലസ് മെയിൻ്റനൻസ് പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ സ്പേസ് കോസ്റ്റ് എന്ന് പറയുന്നത് റിക്കവേർഡ് റവന്യൂവിന് സമമായിരിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ടോട്ടൽ സെയിൽസ് റവന്യൂ ഈക്വൽ ആവുന്നു. അവിടെ ഒരു പ്രോഫിറ്റ് വരുന്നില്ല, ഇനിയാണ് പ്രോഫിറ്റ് വരുത്തേണ്ടത്. അപ്പൊ ഈ ബ്രേക്ക് ഇവൻ പോയിന്റിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂവർ വേർഷൻസ് ക്യാൻ ബി ബോൺ ആൻഡ് ഓൾഡ് വൺസ് ഡിസ്കാർഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ പറ്റുന്ന വെച്ചാൽ ഹോസ്പിറ്റൽ എൻഡ്സ് അപ്പ് വിത്ത് ഔട്ട്ഡേറ്റഡ് എക്യുപ്മെന്റ് ആയി മാറും. ഓൺലി കോമ്പീറ്റന്റ് ടെക്നീഷ്യൻസ്, അത് ട്രെയിൻഡ് ആയവരും ഹയർഡ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ എക്യുപ്മെന്റ്സ് ക്വാളിറ്റിയോട് കൂടെ ഉപയോഗിക്കാൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമാകുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ്. ഇതിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ഹാവ് റെവല്യൂഷണൈസ് ദ വേൾഡ്. ഇപ്പൊ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഇപ്പൊ ഡിജിറ്റലൈസേഷനിലും എൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ടെക്നോളജി അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടറായി മാറും. ഇപ്പൊ എവറിത്തിങ് ഫ്രം ഔട്ട് പേഷ്യന്റ് റെക്കോർഡ്സ്, ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേസ്, അൾട്രാസൗണ്ട് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് റെക്കോർഡഡ് ആവുകയാണ്. അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതൊരു ചലഞ്ചായി മാറുന്നു. പിന്നെ എൻഡ് യൂസർ ഫ്രണ്ട്ലി. എൻഡ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു അൾട്ടിമേറ്റ്ലി യൂസസ് ദ പ്രൊഡക്ട്, സർവീസസ് ഓർ ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പൊ ഒരു സപ്ലൈ ചെയിനിലെ ഫൈനൽ കൺസ്യൂമർ ആണ് എൻഡ് യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെക്നോളജി അപ്ഗ്രഡേഷൻ ഷുഡ് ബി ഇൻ such a way that it is easy to operate by the end users. അവസാനം ആരാണോ അത് ഉപയോഗിക്കുന്നത് അവർക്ക് അത് ഈസി ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
ആയിരിക്കണം ടെക്നോളജി അപ്ഗ്രഡേഷൻ വേണ്ടത്. അല്ലെങ്കിൽ ഹോൾ ഫങ്ഷനിങ് എഫിഷ്യൻസി ഓഫ് സ്റ്റാഫും അഡ്വേഴ്സ്ലി എഫക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് സ്റ്റെപ്സ് ഷുഡ് ബി അണ്ടർടേക്കൺ ഫോർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്? ഒരു എക്യുപ്മെന്റിന്റെ മാക്സിമം യൂട്ടിലൈസേഷന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ കരുതേണ്ടത്? അപ്പൊ ഓൺസൈറ്റ് വാറന്റി ക്ലോസ് എപ്പോഴും നമ്മൾ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിന് നോക്കണം ആ എക്യുപ്മെന്റിന്റെ. ആൻഡ് ഓൺലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്തോ ഹയർ ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും ഉറപ്പുവരും. ഹാൻഡിൽ ചെയ്യേണ്ടത് അവർ തന്നെയാണല്ലോ, ഓപ്പറേറ്റ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ അറിയാമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റീച്ചിങ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഏർലി? ബ്രേക്ക് ഈവൻ പോയിന്റ് ഏർലി എത്തുക എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് ഇൻ മോർ പ്രോഫിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ടോട്ടൽ സെയിൽസ് റവന്യൂ ഈക്വലായി. അപ്പൊ അവിടെ പ്രോഫിറ്റ് വരുന്നില്ല. ഇനിയാണ് പ്രോഫിറ്റ് വരാൻ, ആ പോയിന്റ് കടന്നു കഴിയുമ്പോഴേക്കും പ്രോഫിറ്റ് വരാൻ തുടങ്ങും. ആൻഡ് ഗിവ്സ് ദ ഓപ്ഷൻ ഫോർ അപ്ഗ്രേഡിംഗ് ടു ന്യൂവർ വേർഷൻസ് ഇഫ് നീഡഡ് ബൈ ഡിസ്പോസിംഗ് ദ ഓൾഡ് വൺസ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞു തന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. നന്ദി.